എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 2 പാർട്ട് 1 മാത്തമാറ്റിക്സ് ആണ്. 31 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നോക്കാം. താഴെ കൊടുത്തവയിൽ നിരന്തര വിലയിരുത്തലിന്റെ പ്രധാന ഉദ്ദേശമായി പരിഗണിക്കാവുന്നത് പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതിന്, പഠനത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ഉചിതമായ പരിഹാരബോധനം നൽകുകയും ചെയ്യാൻ, രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്, പഠന പുരോഗതി രേഖ തയ്യാറാക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പഠനത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ഉചിതമായ പരിഹാര ബോധനം നൽകുകയും ചെയ്യാൻ. ഓക്കെ, അടുത്ത ചോദ്യം 32. 1/2 × 1/2 സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 × 1/2 × 1/2. ഓക്കെ, 33ാമത്തെ ചോദ്യം, ഗണിതശാസ്ത്ര പഠനത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രങ്ങളിൽ പെടാത്തത് ഏത്? വിശദീകരിക്കൽ, പാറ്റേൺ എഴുതൽ, ഊഹിക്കലും പരിശോധിക്കലും, പിറകോട്ട് ചിന്തിക്കൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, വിശദീകരിക്കൽ. താഴെ കൊടുത്തവയിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 0.1/2 ആണ്. ഓക്കെ, 35ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഗണിത ചരിത്ര പഠനത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത് കുട്ടികളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, കുട്ടികളെ നിഗമനങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്നതിന്, കുട്ടികളെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ നിരതരാക്കുന്നതിന്, ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയും സ്വഭാവവും മനസ്സിലാക്കുന്നതിന്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയും സ്വഭാവവും മനസ്സിലാക്കുന്നതിന്. 36ാമത്തെ ചോദ്യം, 33/2.5 × 0.56/21 = 0.352 ആണ്. 5.6/0.25 × 3.3/0.21 വില എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 352. 37ാമത്തെ ചോദ്യം, 43,312 ഏറ്റവും ചെറിയ ഏത് രണ്ടക്ക സംഖ്യ കൂട്ടുമ്പോഴാണ് 9ന്റെ ഗുണിതം ലഭിക്കുക? ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, 14. 38ാമത്തെ ചോദ്യം, തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ ശരാശരി n ആണ്. ഇവയോട് കൂട്ടി തുടർന്ന് വരുന്ന 10 എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ ശരാശരി എത്രയാകും? ഉത്തരം വരുന്നത് n+5 ആണ്. 39ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 4/1 നിന്ന് ആ സംഖ്യയുടെ 5/1 ഭാഗം കുറച്ചാൽ 10 കിട്ടും. സംഖ്യ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 200. 40ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത പഠനത്തിൽ താല്പര്യം വളർത്തുന്നതിന് അനുയോജ്യമായത് ഏത്? ഗൃഹപാഠം നൽകൽ, ഗണിത കളികൾ നൽകൽ, ചോദ്യങ്ങൾ ചോദിക്കൽ, അഭിരുചി പരീക്ഷ നടത്തൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗണിത കളികൾ നൽകൽ. 41. ഒരു സംഖ്യയുടെ 25% എന്നത് 35 ആണ് എങ്കിൽ സംഖ്യ ഏത്? ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, 140. 42. രണ്ട് രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.125 കിട്ടി. ഇങ്ങനെ ഉത്തരമായി ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ ജോഡി ഏതാണ്? ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, 66, 16. 43ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന സോഫ്റ്റ്വെയർ ഏത്? ജിയോജിബ്ര, മാർബിൾ, സെലസ്റ്റിയ, സ്റ്റെല്ലേറിയം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ജിയോജിബ്ര. 44ാമത്തെ ചോദ്യം, താഴെ തന്നതിൽ -4 തുല്യമായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, -5 + 9. 45ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അപഗ്രഥന രീതിയുടെ സവിശേഷത ഏത്? ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്ക്, അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, അറിയാത്തതിൽ നിന്ന് അറിയാവുന്നതിലേക്ക്, മൂർത്തമായതിൽ നിന്ന് അമൂർത്തമായതിലേക്ക്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, അറിയാത്തതിൽ നിന്ന് അറിയാവുന്നതിലേക്ക്. 46ാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 256 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 128 ചതുരശ്ര സെന്റിമീറ്റർ. 47ാമത്തെ ചോദ്യം, 6² × 3² × 4, 4ന് ആകെ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 25. 48ാമത്തെ ചോദ്യം, 11 മീറ്റർ നീളമുള്ള കയർ 1.75 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. അവസാനം മിച്ചം വരുന്ന കഷ്ണത്തിന്റെ നീളം എത്ര? ഉത്തരം വരുന്നത് 50 സെന്റിമീറ്റർ. 49. ജാമിതീയ പഠനവുമായി ബന്ധപ്പെട്ട് വാൻ ഹെയ്ലി അവതരിപ്പിച്ച ഘട്ടങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? വിശകലനം, വേർതിരിച്ചെടുക്കൽ, ദൃശ്യവൽക്കരണം, ഉദ്ഗ്രഥനം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, ദൃശ്യവൽക്കരണം. 50ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് 4/3 ആണ്. 51ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ എ ഡിവിഷനിലെയും ബി ഡിവിഷനിലെയും കുട്ടികൾ തമ്മിലുള്ള അംശബന്ധം 7:9 ആണ്.
ഡിവിഷൻ എയിൽ നിന്ന് 6 കുട്ടികളെ ഡിവിഷൻ ബിയിലേക്ക് മാറ്റിയപ്പോൾ അംശബന്ധം 1:3 ആയി മാറി. ഡിവിഷൻ എയിലും ബിയിലും കൂടി ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 32. അടുത്ത 52ാമത്തെ ചോദ്യം. ഒരു നീന്തൽ താരം 200 മീറ്റർ വീതിയുള്ള ഒരു പുഴ 5 മിനിറ്റ് സമയം കൊണ്ട് നീന്തി കടക്കുന്നു. അയാളുടെ വേഗം കിലോമീറ്റർ മണിക്കൂറിൽ എത്രയായിരിക്കും? ഉത്തരം വരും ഓപ്ഷൻ ഡി ആണ് 2.4 km/h ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 53ാമത്തെ ചോദ്യം. 5^5 + 5^5 + 5^5 + 5^5 + 5^5 ഈക്വൽ ടു 25^x ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 3 വരും. 25^3 എന്നായിരിക്കും ഉത്തരം വരും. ഓക്കെ. 54ാമത്തെ ചോദ്യം. ഒരു ഗണിത പ്രോജക്ടിന്റെ ആദ്യഘട്ടം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിവരശേഖരണം, അപഗ്രഥനം, പ്രശ്നം തിരിച്ചറിയൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പ്രശ്നം തിരിച്ചറിയൽ. 55ാമത്തെ ചോദ്യം. ചിത്രത്തിൽ എ ബിയും സി ഡിയും സമാന്തരമാണ്. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെങ്കിൽ ബി എസ് സി 60 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ബി സി ഡി എന്ന് പറയുന്ന കോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് 50 ഡിഗ്രിയാണ്. 56ാമത്തെ ചോദ്യം. ചിത്രത്തിൽ മട്ടത്രികോണം എ ബി സിയുടെ വശങ്ങൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആണ്. മട്ടമൂലയിൽ നിന്ന് എതിർവശത്തേക്ക് ലംബമാണ് ബി ക്യു എങ്കിൽ ബി ക്യുവിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് 2.4 സെന്റിമീറ്റർ. 57ാമത്തെ ചോദ്യം. ഉദാഹരണത്തിൽ നിന്നും സാമാന്യവൽക്കരണത്തിലേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗണിത പഠന രീതി ഏത്? നിഗമന രീതി, ആഗമന രീതി, ഉദ്ഗ്രഥന രീതി, പരീക്ഷണ രീതി. ഉത്തരം വരുന്നത് ആഗമന രീതി. 58ാമത്തെ ചോദ്യം. 3ന്റെ ഗുണനങ്ങളോട് 2 കൂട്ടി കിട്ടുന്ന 5, 8, 11 എന്നീ സംഖ്യകളുടെ ബീജഗണിത രൂപം ഏത്? 3n + 2 ആണ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ. 59ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ പൂർണ്ണവർഗം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 9,98,001 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അവസാന ചോദ്യം. ചുവടെ കൊടുത്തവയിൽ ഒരു നല്ല ഗണിത അധ്യാപികയുടെ ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട രീതി ഏത്? ധാരാളം ഗൃഹപാഠം നൽകൽ, എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്തു കൊടുക്കുക, ഒരു പ്രശ്നം നിരവധി തവണ പരിഹരിച്ചു നൽകുക, പ്രശ്ന പരിഹരണത്തിന്റെ വ്യത്യസ്ത വഴികളെ കുറിച്ച് ചിന്തിക്കുന്നതിന് അവസരം ഒരുക്കുക. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പ്രശ്ന പരിഹരണത്തിന്റെ വ്യത്യസ്ത വഴികളെ കുറിച്ച് ചിന്തിക്കുന്നതിന് അവസരം ഒരുക്കുക. അപ്പോൾ 30 ചോദ്യങ്ങളും നമ്മളിവിടെ അതിന്റെ ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.